വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെൽ ബയോളജി ആൻഡ് ബയോ കെമിസ്ട്രീൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ ഫ്രഷ് ആയിട്ടൊന്നും കൂടി ചെയ്യാമെന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വന്നത് എന്താണ് ഇൻ്റർഫേസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. മൈറ്റോകോൺട്രിയൻ്റെ ഒരു ലാബിൾഡ് ഡയഗ്രാം ഡ്രോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് എന്താണ് കോംപ്ലക്സ് ലിപ്പിഡ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. അതുപോലെ തന്നെ മൈറ്റോട്ടിക് സ്റ്റേജ്, അതായത് ക്രോസിംഗ് ഓവർ നടക്കുന്ന മൈറ്റോട്ടിക് സ്റ്റേജ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ പേരെന്താണെന്ന് പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ജനറ്റിക് എഫക്ട്സ് എന്തൊക്കെയാണ്, ക്രോസിംഗ് ഓവറിൻ്റെ ജനറ്റിക് എഫക്ട്സ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് എന്താണ് മൈറ്റോസിസ്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതാണ് പിന്നെ വന്നിട്ടുള്ളത്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, പിന്നെ വാക്യൂൾസ്, സെൽസിൻ്റെ ഉള്ളിലുള്ള വാക്യൂൾസിൻ്റെ ഫങ്ഷൻ എന്താണ്. ഇപ്പോൾ ഇതിൽ സെയിം തന്നെയാണ്, 6 ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. കാരണം ഈ കോംപ്ലക്സ് ലിപ്പിഡ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ബയോകെമിസ്ട്രിയിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ഒരു എക്സാമ്പിൾ, എന്താണ് ഐസോസൈം, അതിൻ്റെ ഒരു എക്സാമ്പിൾ, എന്താണ് ഡൈപെപ്റ്റൈഡ്. പിന്നെ വരുന്നത് ആക്റ്റീവ് സൈറ്റും അല്ലോസ്റ്റെറിക് സൈറ്റും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ആക്റ്റീവ് സൈറ്റും അല്ലോസ്റ്റെറിക് സൈറ്റും. പിന്നെ വന്നിട്ടുള്ളത് എന്താണ് പോളിസാക്കറൈഡ്, അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് എ സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഇനി ബി സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, പ്ലാസ്മ മെമ്പറൈൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ക്രോമസോമിലുള്ള ന്യൂമറിക്കൽ അബറേഷൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫേസ് 1, മിയോസിസിൻ്റെ പ്രോഫേസ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അത്രയാണ് ആ ഒരു സെൽ ബയോളജി എന്ന് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, പ്ലാന്റ്സിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ റോൾ എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, പ്ലാന്റ്സിൽ അതിൻ്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രോട്ടീൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ലെവൽസ്, 3D 2D ആ ഒരു സ്ട്രക്ചറൽ ലെവൽസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ എങ്ങനെ നമുക്ക് അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്യാം, അതായത് നമുക്ക് ന്യൂട്രൽ ഉണ്ട്, അസിഡിക് ഉണ്ട്, ആൽക്കലൈൻ, അങ്ങനെ ആ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേറെ രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനത്തെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രോമസോമിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ബയോ കെമിസ്ട്രീൻ്റെ ഭാഗത്തുനിന്ന് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ഡിസ്കസ് ചെയ്യുക, ഫാക്ടേഴ്സ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. അതുപോലെ തന്നെ വേരിയസ് വേയ്സ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ്റെ വേരിയസ് വേയ്സ് ഏതൊക്കെയാണ്. ഇത്രയാണ് ആ ഒരു 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് തോന്നുന്നു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് സെൽ ബയോളജി എന്ന് വന്നിട്ടുള്ളത്. ബാക്കി 4 ക്വസ്റ്റ്യനും ഏതെന്നാണ് ബയോ കെമിസ്ട്രി എന്നാണ്. അപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഈ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് നോക്കിയിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ ചെയ്തെന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.